നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേ, രണ്ടുപേരോട് ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ പ്രിയങ്കയോടൊപ്പം രാധിക അടുക്കളയിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അമ്മയും ബാക്കിയുള്ളവരെ വിളിച്ച് ഞാനത് പറയും. ഈ മത്സരത്തിൽ പ്രിയങ്ക തോറ്റതായിട്ടും പറയും. എല്ലാവരും എഴുന്നേക്കുന്നതിന് മുൻപ് അതങ്ങ് ചെയ്ത് തീർക്കാം. എനിക്ക് പേടിയാവുന്നുണ്ട്. ഇന്നലെ തന്നെ എനിക്ക് എന്ത് ടെൻഷനായിന്നറിയോ? അപ്പൊ എനിക്ക് ടെൻഷനില്ലേ? ഞാൻ ഈ കണിമംഗലത്ത് തുടരണമെങ്കിൽ എനിക്ക് ജയിച്ചേ പറ്റൂ. ഒന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടോ? അത് ഞാൻ ഇക്കാര്യത്തിനല്ലാതെ സൽക്കരിക്കാനാണോ ഞാൻ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അടുക്കളപ്പണി ലോകത്തിലെ ഏറ്റവും മിടുക്കാണെന്ന് ധരിക്കണ്ട. ചെയ്ത് ശീലിച്ചതുകൊണ്ടാ ഒന്ന് ചെയ്യാൻ പറയുന്നത്. അതിലെനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എങ്ങാനും പിടിക്കപ്പെട്ടാലോ? എനിക്ക് തന്നെയല്ലേ അതിന്റെ ദോഷം. അത് ഞാൻ അങ്ങ് സഹിച്ചു. എന്ത് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് പറയാൻ തുടങ്ങും. ഒന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടോ എന്റെ കൂടെ? വാ ചിന്നെ വന്നേ. കണ്ടില്ലേ ചെറിയമ്മേ, അപ്പൊ നമ്മുടെ സംശയം ശരിയാ. ഇന്നലത്തെ മത്സരം അവള് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത രാധിക. ഇനി ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പൊ തന്നെ കയ്യോട് ചെന്ന് രണ്ടിനും പൊക്കണം. മണ്ടത്തരം പറയാതെ ചെറിയമ്മേ. ഇപ്പൊ അടുക്കളയിൽ ചെന്ന് ബഹളം വെച്ചാ അവര് വേറെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടില്ലേ? വെള്ളം കുടിക്കാൻ വന്നതാണെന്ന് വല്ലതും പറഞ്ഞ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? എന്തായാലും ചേച്ചി അനിയത്തിയും കൂടെ പാചകം തുടങ്ങട്ടെ. രാധിക പാചകം ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് അമ്മയെ വിളിച്ച് കാണിച്ചാലോ? അതോടെ കള്ളത്തരം പൊളിയും. ആ, എന്നാ പിന്നെ അമ്മയെ കൂടി വിളിക്കാം. അമ്മയാണല്ലോ എല്ലാത്തിനും സപ്പോർട്ട്. വേണ്ട വേണ്ട, മുത്തശ്ശി ആവുമ്പോ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കും. അമ്മയാകുമ്പോ ഈസിയാ. ചെറിയമ്മ വാ. പ്രിയേ, നീയോട് ചെയ്യാണെങ്കിൽ പെട്ടെന്ന് തീർക്കായിരുന്നു. പെട്ടെന്ന് തീർത്തിട്ട് എവിടെയെങ്കിലും പോവാനുണ്ടോ? അതോ സിനിമയിലെ നായികയ്ക്ക് അടുക്കള പണി ചെയ്യാൻ പറ്റില്ലെന്നാണോ? അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചെ. പെട്ടെന്ന് തീർത്താ ആരെങ്കിലും കാണുന്നതിന് മുന്നേ നമുക്ക് പോവാല്ലോ. ഈ നേരത്തെ ഇവിടെ ഒരു കുഞ്ഞു പോലും ഉണർന്നിട്ടുണ്ടാവില്ല. അതിനെ കുറിച്ച് പേടിക്കാൻ വേണ്ട. എത്രയും പെട്ടെന്ന് ചെയ്. ആ പിന്നെ സാധാരണ വെക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവണം. ഒരാളും ദോഷം പറയാൻ പാടില്ല. ഇനി ഇത് കഴിയുമ്പോ രാധിക ഇവിടുന്ന് പോവാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണ്ടേ? നീ പിണങ്ങൊന്നും വേണ്ടടാ. ഇത് കഴിയുമ്പോ എന്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ഈ പ്രിയങ്ക എന്ത് ദുഷ്ടതയാ! ഈ വെളുപ്പാങ്കാലത്ത് രാധയെ കൊണ്ട് മാത്രം എല്ലാം ചെയ്യിക്കുന്ന കണ്ടില്ലേ? എടാ കൂടുതൽ കെയറിങ്ങൊന്നും വേണ്ട. പെണ്ണുങ്ങൾ അടുക്കള ജോലി ചെയ്യുന്നതേ അത്ര മോശം കാര്യമൊന്നുമല്ല. അവക്കത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ചെയ്യട്ടെ. എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ നേരത്തെ എന്തിനാ എന്നെ വിളിച്ചെണീപ്പിച്ചേ? കണി കാണാൻ നല്ല സമയം വെളുപ്പിനെ അമ്മേ. കണിയോ? എന്ത് കണി? നമ്മുടെ വീട്ടിലെ ഒരു മത്സരം നടക്കുന്നുണ്ടല്ലോ, പ്രിയങ്കയും കൽപ്പനയും തമ്മില്. അതില് ഒരു ദിവസം കൽപ്പന ജയിച്ചു, ഒരു ദിവസം പ്രിയങ്കയും. ഇന്നിനി ആരാ ജയിക്കാൻ പോകുന്നതെന്ന് ഏടത്തിക്കറിയാമോ? ഇവിടിപ്പോ അതന്വേഷിക്കലല്ല എന്റെ ജോലി. എന്ന് ഞാൻ പറയാം. ഇന്ന് പ്രിയങ്ക ജയിക്കും, കൽപ്പന തോക്കും.
അതിന്റെ കാരണം എന്താന്ന് കൂടി അമ്മ ചോദിക്കും. അമ്മേ, പ്രിയങ്കയ്ക്ക് ഇന്ന് പാചകം. ദേ, അവൾക്ക് പകരം ആരാ പാചകം ചെയ്തോണ്ടിരിക്കുന്നെന്ന് അറിയോ? ആ രാധിക. അമ്മേ, അത് തെറ്റല്ലേ? മത്സരത്തിനോടുള്ള ചതിയല്ലേ അത്? ശരി, മത്സരത്തിനോട് വേണ്ട, നമ്മളെ ചതിക്കല്ലേ അവര്? ദേ, രണ്ടുപേരോട് ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ പ്രിയങ്കയോടൊപ്പം രാധിക അടുക്കളയിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അമ്മയും ബാക്കിയുള്ളവരെ വിളിച്ച് ഞാനത് പറയും. ഈ മത്സരത്തിൽ പ്രിയങ്ക തോറ്റതായിട്ടും പറയും. അതല്ല നിങ്ങൾ പറയുന്നത് കള്ളമാണെങ്കിൽ രണ്ടുപേരും കൂടി അനുഭവിക്കണം. അങ്ങനെയെങ്കിൽ അങ്ങനെ. അമ്മ വാ വാ. പ്രിയേ, കറിവേപ്പില ഇല്ലല്ലോ. അതെ, വീടിന്റെ പുറകിൽ നിൽപ്പുണ്ട്. നീ പോയി എടുത്തിട്ട് വരുമോ? പിന്നെ ഞാനിപ്പോ എടുക്കാൻ പോവാൻ പോവല്ലേ. അവിടെ വല്ല പാമ്പും പഴുതാരയൊക്കെ കാണും. കറിവേപ്പില ഇട്ടില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നീ ഒന്ന് പോയി എടുത്തിട്ട് വാ. ഞാനേ ഒരു ജോലി ഏൽപ്പിച്ച അത് കൃത്യമായിട്ട് ചെയ്യണം. പോയി എടുത്തോണ്ട് വന്നാ മതി. അതെ, അപ്പോഴേക്കും ഇവിടെ ഭൂകമ്പം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ പോയിട്ട് വരാം. അതെ, അയാൾ തനിച്ചാ പോയിരിക്കുന്നേ. ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. നീ ഇത് പൊളിച്ചേ അടങ്ങും. മര്യാദക്ക് നിക്കടാ അവിടെ. എടാ, പൂതനകളെ ചതിച്ചല്ലോ. എന്റെ ദൈവമേ, എല്ലാം കുളവായെന്ന് തോന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.